ഹലോ ഗൈസ്, എല്ലാവർക്കും ഷംബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് യാൾ മാളിലാണ്. കുവൈത്തിലെ ഫഹായിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് യാൾ മാളിൽ. ഈ ഒരു മാൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അൽഗാനിമുണ്ട്, അതുപോലെ തന്നെ അൽക്കൂത്ത്, പുതിയ റിനോവേഷൻ ചെയ്ത അൽക്കൂത്ത് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ തൊട്ട് മുമ്പിലായിട്ട്, അതായത് അൽഗാനിനോട് തൊട്ട് ചേർന്നായിട്ടാണ് ഈ ഒരു യാൾ മാൾ ഉള്ളത്. ഒരുപാട് പേർക്ക് യാൾ മാൾ എവിടെയെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ യാൾ മാൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്, ദക്ഷിൺ ഭാരത്. എൻ്റെ ബാക്കിൽ കാണുന്ന റെസ്റ്റോറൻ്റ് അല്ലേ, ദക്ഷിൺ ഭാരത് റെസ്റ്റോറൻറ്റ്. ഇന്ത്യൻ, ചൈനീസ്, പിന്നെ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, അറബിക് ഡിഷസ്, അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ ഡിഷസ്, അതൊക്കെ കിട്ടുന്ന ഒരു വളരെ നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അവിടുത്തെ ഒന്ന് രണ്ട് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫുഡുണ്ട്. ബാമ്പു ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ ഐറ്റംസ്, ചിക്കൻ്റെ വെറൈറ്റികളൊക്കെ ഉണ്ട്. പിന്നെ പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഐറ്റം ഉണ്ട്, ബീഫ് സ്റ്റീക്ക്. ഈ ലാവ സ്റ്റോണിലൊക്കെ പ്രിപ്പയർ ചെയ്ത ഒരു സംഭവമാണ്. നമ്മൾ ഈ ദുബായിലൊക്കെ ഉള്ള ഹോട്ടലിലൊക്കെ കണ്ടു കാണും അങ്ങനത്തെ ഒരു ഐറ്റം. പക്ഷേ കുവൈത്തിൽ ആദ്യമായിട്ടാണ് ഇവർ ആ ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ലാവ സ്റ്റോണിൽ പ്രിപ്പയർ ചെയ്ത ബീഫ് സ്റ്റീക്ക്, ചിക്കൻ സ്റ്റീക്ക്. അപ്പോൾ അതൊക്കെ ഈ റെസ്റ്റോറൻറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇവിടെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്നത് ഇവിടുത്തെ ആംബിയൻസ് ആണ്. ഈ ഒരു ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിശാലമായിട്ടുള്ള ഈ ഒരു ഫുഡ് കോർട്ടാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലം ഈ ഹോട്ടലിന് മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ തന്നെ കിട്ടുന്നത് കൈ തുടയ്ക്കാനുള്ള ടിഷ്യൂ ആണ്. ഇതിൽ തന്നെ വ്യത്യാസമുണ്ട്, വെറൈറ്റി ഉണ്ട്. നമ്മളിതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച്, എന്ത് വെള്ളം, ചൂടുവെള്ളം അല്ലേ, നല്ല ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇതിന് വിടർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ തുടക്കാം. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് സംഭവം. കൊറോണയ്ക്കല്ലേ ഒരു വെറൈറ്റി ഇരിക്കട്ടല്ലേ. അപ്പോൾ ദക്ഷിണ ഭാരതത്തിൽ വന്നപ്പോൾ ഈ ഒരു വെറൈറ്റി ടിഷ്യൂ ആട്ടത്, ഇതൊരു കൈ തുടക്കാം. അടുത്തത് നമുക്കുള്ളത് വെൽക്കം ആണ്, വെൽക്ം ഡ്രിങ്ക്. എന്താണ് വെൽക്കം ഡ്രിങ്ക് അല്ല, വെൽക്കം സ്നാക്സ്. ഇത് പാനിപ്പൂരിയാണ്. അപ്പോൾ ഇതാണ് വെൽക്കം സ്നാക്സ്. ഇത് നമുക്ക് ജസ്റ്റ് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് ഒറ്റടിക്ക് ഞാൻ പറ്റില്ല, ഇതിനകത്ത് ചെറിയ മിക്സർ ഉണ്ട് കേട്ടോ, ആണല്ല സംഭവമുണ്ട്. സൂപ്പ് ഇവിടെ റെഡിയാണ്. ഇതെന്ത് സൂപ്പാണ്? ഹോട്ട് ആൻഡ് സോസ് ചിക്കൻ. ഹോട്ട് ആൻഡ് സോസ് ചിക്കൻ. അപ്പോൾ നമ്മളിത് ഓരോന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഐറ്റമാണ്. ഇവിടുത്തെ സ്പെഷ്യൽ സലാഡ്, ദക്ഷിണ ഭാരതത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള DBH സലാഡാണ്. ദക്ഷിൺ ഭാരത് ഹോട്ടൽ സ്പെഷ്യൽ സലാഡ്, അതാണ് ഇത്. ഇതിനകത്തും ആഡ് ചെയ്തിരിക്കുന്നത് സ്റ്റീക്ക് ചിക്കനാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, തന്തൂരി ചിക്കൻ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ക്രീമുണ്ട് അതിൽ. എന്ത് ക്രീമാണോ തോന്നുന്നത്? ഇത് സ്പെഷ്യൽ ഐറ്റം. ഇത് സീസർ സലാഡ്. ഇപ്പോൾ രണ്ട് സലാഡ് നമ്മൾ കഴിച്ചില്ലേ, അടിപൊളി. അപ്പോൾ നമ്മളിവിടുത്തെ രണ്ട് ടൈപ്പ് സലാഡ് കഴിച്ചു. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള DBH സലാഡ് എന്ന് പറഞ്ഞ സലാഡുണ്ട്. അതിനകത്ത് ചിക്കൻ്റെ സ്റ്റീക്കല്ല, ഗ്രില്ല് ചെയ്ത ടൈപ്പുള്ള ചിക്കനും, അതുപോലെ തന്നെ മറ്റ് സലാഡിൻ്റെ നോർമലായിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ ഒരു ക്രീം ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അങ്ങനത്തെ സലാഡാണ് ഇവിടുത്തെ DBH എന്ന് പറയുന്ന ദക്ഷിണ ഭാരത് ഹോട്ടലിൻ്റെ സ്പെഷ്യൽ സലാഡ്. അതുപോലെ തന്നെ നമ്മളൊരു സീസർ സലാഡ് എന്ന് പറയുന്ന മറ്റൊരു സലാഡ്, അതും ചിക്കൻ്റെ സ്റ്റീക്കാണ്, ചിക്കൻ സ്റ്റീക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് സലാഡിൽ വരുന്ന പോലെ തന്നെ ക്യാബേജ് അങ്ങനത്തുള്ള മറ്റ് വെജിറ്റബിൾ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സലാഡ് നമ്മൾ നേരത്തെ കണ്ടു.
അപ്പോൾ അങ്ങനെ 2 സലാഡ് വന്നു, നമുക്ക് അതൊരു സ്റ്റാർട്ടർ വന്നു, സ്നാക്സ് വന്നു, അതുപോലെ തന്നെ സൂപ്പ് വന്നു, നമ്മൾ മഷ്റൂം കഴിച്ചു, ചിക്കൻ സൂപ്പ് കഴിച്ചു, എല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ ഇനി മറ്റ് ഓരോ സംഭവങ്ങൾ മലബാർ ടൈപ്പ്, അതുപോലെ തന്നെ ബാംബു ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. Música de la República. Ajá. അപ്പോൾ നമുക്ക് അടുത്തായിട്ടുള്ളത് ടേസ്റ്റ് ചെയ്യാനുള്ളത് ഡ്രാഗൺ ചിക്കൻ ആണ്. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. സിസ്ലറിനാണല്ലേ ഇതെങ്ങനെ? കുഴപ്പമില്ല. അവിടെ വേറെ സംഭവം വന്നിട്ടുണ്ട്, സിസ്ലേഴ്സ് വന്നിട്ടുണ്ട്, അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഓരോ ഐറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, വെറൈറ്റി ഐറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടേ വിടുള്ളൂ. അടിപൊളി. അങ്ങനെ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ബീഫ് സ്റ്റീക്ക് തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയിരിക്കുകയാണ്. 450 ഡിഗ്രിയിൽ ചൂടാക്കിയിരിക്കുന്ന ലാവ സ്റ്റോണാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ബീഫും നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1, 2, 3 സോസും, അതുപോലെ തന്നെ പൊട്ടാറ്റോ ക്രീം, അതുപോലെ തന്നെ വെജിറ്റബിൾ എല്ലാം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നെങ്കിൽ സ്വന്തമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാം, അതല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി തരുന്നതാണ്. അതുകൊണ്ട് 2 മിനിറ്റ് മുതൽ 6 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുവൈത്തിൽ ദക്ഷിണ ഭാരത റെസ്റ്റോറൻ്റാണ് ഫസ്റ്റ് ടൈമായിട്ട് ഈ ഒരു ലൈവ് ബീഫ് സ്റ്റീക്ക്, ഈ ലാവ സ്റ്റോണിലുള്ള ഈ ബീഫ് സ്റ്റീക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബീഫ് സ്റ്റീക്ക് കഴിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രിപ്പയറായി, രണ്ടാമത്തെ സൈഡ് മറിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ടൈപ്പ്, ആ കാണുന്ന 3 ടൈപ്പ് സോസാണ് ഇതിനകത്ത് വരുന്നത്. എന്തായാലും സംഭവം കിടുവാണ്. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഒരു ബീഫ് സ്റ്റീക്ക് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബീഫ് സ്റ്റീക്ക് കഴിക്കുന്നത്. കിടു തന്നെ കേട്ടോ. എന്താ പറയുക, ഇതിൻ്റെ പേരെന്താണ്? ഇത് ഹോട്ട് ഗാർലിക് സോസ്. ഇത് HP ബ്രൗൺ സോസ്. ഓക്കെ. ആൻഡ് ദിസ് വൺ ഇത് നമ്മുടെ ഡെമ്മി ഗ്ലേസ് വിത്ത് മഷ്റൂം. നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ദക്ഷിണ ഭാരത റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് സ്റ്റീക്ക് കഴിച്ച് 450 ഡിഗ്രി ചൂടിലാണ് ആ ഒരു ലാവ സ്റ്റോണ് ചൂടായിട്ട് അതിവിടെ കുക്ക് ചെയ്ത്. നിങ്ങൾ നേരത്തെ കേട്ടില്ലേ, അതിൻ്റെ ആ ഒരു 3-4 സ്റ്റെപ്പിലാണ് ഇതിൻ്റെ ബേക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടു. അപ്പോൾ നമ്മൾ സ്റ്റീക്കെല്ലാം കഴിച്ച് അടിപൊളിയായിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും വണ്ടറടിച്ചിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണിത്. ഇത് ഞാൻ ഫസ്റ്റായിട്ട് കഴിക്കുന്നതാണ് ഈ ഒരു സ്റ്റീക്ക് ഇങ്ങനെ ഈ രീതിയിൽ. അപ്പോൾ നല്ലൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. ഇനി നമ്മൾ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈസ് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ ഓരോ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈസ് വന്നിട്ട് അതിൻ്റെയും കൂടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് നന്നായിട്ടുണ്ട്. നമ്മൾ മിക്കവാറൊക്കെ വരാറുണ്ട്. നല്ല ഫുഡാണ്. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു, താലി മീൽസ് ഓർഡർ ചെയ്തു. പിന്നെ സ്പെഷ്യൽ ബിരിയാണി നല്ല സൂപ്പറായിരുന്നു, നന്നായിരുന്നു. താലി മീൽസും ഫിഷ് കറി താലി മീൽസും നന്നായിരുന്നു. നല്ല അഭിപ്രായം, നന്നായിരുന്നു. എല്ലാം കഴിച്ച് നല്ല തൃപ്തിയായി. ഞങ്ങൾ സാൽമിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിന് ലാസ്റ്റ് വീക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്ന് ഈവനിങ് കോഴ്സായിരുന്നു കഴിച്ചത്. അപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടായോ ഈ കണ്ടുപിടിക്കാനായിട്ട്? ഇല്ല, ഇടയ്ക്ക് വരാറുണ്ടല്ലോ നമ്മളിവിടെ. ഞങ്ങൾ ഇതുപോലെ ഹോട്ടലിൽ തപ്പി അന്വേഷിച്ച് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു. നല്ല ഇതായിരുന്നു. ഫുഡ് ഇതും എല്ലാം നല്ലതായിരുന്നു. നല്ലതാ, സർവീസ് നല്ലതാ, ഫുഡ് നല്ലതാ. കുട്ടികളായിട്ടൊക്കെ വന്നിരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഹാപ്പി അല്ലേ? സർവീസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? നല്ലതായിട്ട് അറിയാന്നൊക്കെ. എന്താ ഐസ്ക്രീം ഓർഡർ ചെയ്തത്? സ്ട്രോബെറി ഐസ്ക്രീം ഓർഡർ ചെയ്തതാ. അടിപൊളിയല്ലേ ഐസ്ക്രീം? എന്താണ് എന്താ ഐസ്ക്രീം ഓർഡർ ചെയ്തത്? ഉടുപ്പിലുള്ള സ്ട്രോബെറി. ഓക്കെ.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിരുന്നപ്പോൾ ഇവിടെ ഒരു ഫാമിലിയെ കണ്ടു. അവർ സാൽമിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ അവരുടെ അഭിപ്രായമാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ നമുക്ക് അവിടെ റൈസും ബിരിയാണി റെഡി ആവുന്നുണ്ട്. ബാമ്പു ബിരിയാണിയാണ്, നമുക്കത് റെഡി ആവുന്നുണ്ട്. അത് കഴിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ദക്ഷിണ ഭാരത് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെന്ന്. ഇത് ആ ഒരു ടൈപ്പേ അല്ല. നോർത്ത് ഇന്ത്യൻ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്, അറബിക് ഉണ്ട്, എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് ഫുഡ് കഴിച്ചു. സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ചു. ഇതിനകത്ത് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാധനത്തിൻ്റെ ഒരു ഐറ്റത്തിൻ്റെ പേര് മാത്രം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാ ഫുഡും ഒന്നിനൊന്ന് മെച്ചാണ്. പ്രത്യേകമായിട്ടുള്ള അതിൻ്റെതായ ടേസ്റ്റും കാര്യങ്ങളും. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ സർവീസാണ്. ഞങ്ങളിപ്പോൾ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് ആളുകൾ വന്നു. എല്ലാവരെയും ആ രീതി നല്ല രീതിയിലാണ് ഇവരുടെ ആ ഒരു സർവീസും മറ്റു കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഫുഡാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് വരിക. ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഫഹായിലിൽ എക്സൈറ്റിൻ്റെ തൊട്ട് ചേർന്നിട്ട് യാൽ മാൾ എന്ന് പറഞ്ഞൊരു മാളുണ്ട്. ആ മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. നിങ്ങൾ എലിവേറ്റർ വഴി വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു ലെവലിലാണ് വരേണ്ടത്. ഇവിടെ ഒരു ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. ആ ഒരു ഷോപ്പിന് തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ ഒരുപാട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഇതിനോട് ചേർന്നിട്ട് ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ ആരുടെ അടുത്ത് ചോദിച്ചാൽ മതി ഫുഡ് കോർട്ട് ഇരിക്കുന്ന ആ ഒരു സ്ഥലം. അവിടെയാണ് ഈ ഒരു ദക്ഷിണ ഭാരത് ഹോട്ടൽ എന്നാണ് എഴുതിച്ചിരിക്കുന്നത് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ കഴിച്ചതിൽ എല്ലാം വലിയ വെറൈറ്റി, ഒന്നിനൊന്ന് വെറൈറ്റി ആയിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാം. വീക്കെൻഡിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്യുക, ഇവിടുത്തെ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ കൂടെ നജീബ് ഉണ്ട്, റിയൽ ടേസ്റ്റ് ഹണ്ടർ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് റിവ്യൂസും അതുപോലെ തന്നെ എക്സ്പ്ലോർ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.